എല്ലാവർക്കും നമസ്കാരം. സമയം ഇപ്പോൾ 6 മണി. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് മലമ്പുഴ ഡാമിലോട്ടാണ്. കാരണം നല്ല ഡാം ഫ്രഷ് മീൻ മേടിക്കണം. അതുപോലെ തന്നെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ ഇപ്പോൾ 3 ഷട്ടറും തുറന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗംഭീര കാഴ്ചയാണ്. ഷട്ടറൊക്കെ തുറന്ന് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡാം ഫ്രഷ് മീൻ മേടിക്കണം. പിന്നെ മലമ്പുഴ ഗാർഡൻ ഒന്ന് കണ്ട് വീട്ടിലേക്ക് വന്ന് നല്ല അടിപൊളി ഡാം ഫ്രഷ് മീൻ കറിയും കൂടി ഇന്ന് വെക്കണം. നമുക്ക് നേരെ മലമ്പുഴയിലോട്ട് പോവാം. നമ്മൾ കൗണ്ടറിലെത്തി ടോക്കണൊക്കെ മേടിച്ചിട്ടുണ്ട്. ടോക്കൺ നമ്മുടെ 37 നമ്പർ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്ക് മലമ്പുഴയുടെ കവ ഭാഗത്തേക്കൊന്ന് പോയി അവിടെ ഈ ചേട്ടന്മാരും മീനൊക്കെ പിടിക്കുന്നുണ്ടാവും, മത്സ്യങ്ങൾ ഡാമിൽ നിന്ന് പിടിക്കുന്നുണ്ടാവും. അവിടെ എന്തായാലും നമുക്ക് കിട്ടില്ല. എന്നാലും നമ്മുടെ ആ കവയുടെ നല്ല ഭംഗിയുള്ള ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കറങ്ങി കണ്ടിട്ട് വരാം. നല്ല അതിഗംഭീരമായ സ്ഥലമാണ് കേട്ടോ കവ. നിങ്ങൾ മലമ്പുഴയ്ക്ക് വരികയാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കവ. ആൾക്കാരൊക്കെ ജോഗിങ്ങിനൊക്കെ പോകുന്നതാണ്. തെക്കേ മലമ്പുഴ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയാണ്, നല്ല മഴ അതിമനോഹരമായിട്ടുണ്ട്. പുലർച്ചെയാണ്. അതേപോലെ തന്നെ ഇന്ന് സൺഡേ ആണ്. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല ടൂറിസ്റ്റുകളൊക്കെ വരും. പക്ഷേ ഇന്ന് നല്ല മഴയും നല്ല മഴക്കോളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഡാം കാണാൻ. ഇപ്പോൾ കാണാൻ മയിലുകൾ, അത്യാവശ്യം മയിലുകളൊക്കെ ഈ സമയത്ത് ഇവിടെ കാണാറുണ്ട്. ചെറിയ വാട്ടർഫാൾസ്. കാലത്ത് തന്നെ വേണമെങ്കിൽ വന്നിട്ട് ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ചേട്ടന്മാരിവിടെ മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക, വലയിട്ടിരിക്കുകയാണ് ഡാമിലൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു 8-8:30 ആവും മത്സ്യങ്ങൾ അവിടെ എത്താൻ, ആ കൗണ്ടറിൽ എത്താൻ. എന്തായാലും ഇവിടെ പിടിക്കുന്ന മത്സ്യങ്ങൾ ഇവിടെ കിട്ടുമൊന്നുമില്ല, നമുക്ക് ഇവിടെ തരില്ല. എന്തായാലും അവിടെ പോയാലേ നമുക്ക് മത്സ്യങ്ങൾ കിട്ടുള്ളൂ. അടിപൊളി. ഇവിടെ നല്ല തിരക്കായല്ലോ ഇപ്പോൾ തന്നെ. എല്ലാവരും ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ 37ാമത്തെ ടോക്കനാണ്. ഈ ടോക്കണൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് സമയമാവും. ഇപ്പോൾ പൊടിമീനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പൊടിമീനുകൾക്ക് ടോക്കൺ ഇല്ല. പക്ഷേ പൊടിമീനുകൾ നമ്മൾ അവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് പൊടിമീനുകൾ മേടിക്കാൻ വേണ്ടി വേണ്ട. എന്തായാലും വലിയ മത്സ്യങ്ങൾ ഇപ്പോൾ തന്നെ വരും. എന്നിട്ട് നമുക്കത് മേടിക്കാം. പുതിയതാ ഒരു ചാക്ക് വന്നിട്ടുണ്ട്. വലിയ വലിയ മീനുകളാണ്. കട്ട്ള, റോഹു അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാം ഇതന്നെ അടുത്ത ടോക്കൺ 7 7 8 8 9 ഇനി പിന്നെ വിളിക്കില്ല. 8 9 നിങ്ങളുടെ എത്ര 9 11 താഴെ ആരെങ്കിലും ഉണ്ടോ? 15 ഒരു 480 മതിയാ. ഇതാ തന്നെ ചേട്ടാ, ഈ 5 കിലോ അളന്ന് പിടിക്കാൻ പറ്റുമോ? കഷ്ടമാണ്, ജോബ് വേണം. തന്നെ കിട്ടുന്ന ഇത് തന്നെ ആരോഗ്യം കിട്ടുന്നത് ഈ സമയത്ത്. 12 അടിപൊളി. ആ ചേട്ടന് 5 കിലോ മീൻ വേണം. അത് ഒന്നില്ലേ ഒരു മീനായിട്ട് വേണം, അല്ലെങ്കിൽ 4-5 മീനുകൾ ഒന്നിച്ചിട്ട് ഒരു മീൻ 5 കിലോ ആയിട്ട് കിട്ടും. അയാൾക്ക് 5 കിലോ മീൻ വേണം. പക്ഷേ ഇത്രയും ആൾക്കാരുണ്ട്, ഒരാൾക്ക് മാത്രം ഇത്ര മീൻ കൊടുക്കാൻ പാടും. അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്.
നമുക്ക് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിലോപ്പിയ നല്ല ടേസ്റ്റാണ്. സിലോപ്പിയ മേടിച്ചിട്ടുണ്ട്, ഒരു 3 കിലോ മേടിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടിയിലാക്കിയിട്ട് നേരെ ഗാർഡൻ കാണാൻ പോവാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, ഗാർഡൻ കണ്ടു കളയാം. ജസ്റ്റ് ഇപ്പോൾ ഗാർഡൻ്റെ കൗണ്ടർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അകത്ത് കടന്നിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല. നല്ല സുഖമായിട്ട് നല്ല ഫ്രഷായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. റോപ്പ് വേ മെല്ലെ ഇതപ്പോൾ ഓപ്പൺ ആയിട്ടൊന്ന് തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. റോപ്പ് വേ ഒക്കെ മലമ്പുഴയുടെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആംഗിൾ കൂടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്, ഷട്ടർ അത്ര മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് നല്ല സ്റ്റൈലാണ്. എന്തായാലും മഴ വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും മഴ വരും. അങ്ങനെ നല്ല കാറോടുകൂടി മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ. നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ആ ഷട്ടറിൻ്റെ അടുത്ത് വരെ എത്താട്ടോ. കണ്ടില്ലേ, ഇവിടം വരെ നമുക്ക് ഒന്ന് കാണാം. അപ്പുറത്തെ സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കണം. നമുക്ക് ഇപ്പുറത്തെ ഇതിൽ കൂടെ നമ്മൾ ആ അറ്റം വരെ എത്താം, ഈ അറ്റം വരെ എത്താം. ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്ന കാരണം നമുക്കിപ്പോൾ ബോട്ടിങ്, അതായത് പെഡൽ ബോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് സ്പീഡ് ബോട്ട് എടുത്ത് കറങ്ങുകയൊക്കെ ചെയ്യാം. സ്പീഡ് ബോട്ടിൻ്റെയും പെഡൽ ബോട്ടിൻ്റെയൊക്കെ താരിഫിലാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കോളും. മലമ്പുഴയിൽ വരാത്തവരാണെങ്കിൽ ഇതാണ് നമ്മുടെ പെഡൽ ബോട്ടിൻ്റെയും സ്പീഡ് ബോട്ടിൻ്റെയൊക്കെ താരിഫ്. ഒരു വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് നീങ്ങണം. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയത്ത് നിന്ന് കാണാൻ ആ ഡാമിൻ്റെ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചൊന്ന് ചായ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് കഴിച്ചിട്ട് നമുക്ക് ഈ മീനും കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടാം. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവനൊന്ന് നേരാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കഷ്ണമാക്കി നമുക്കൊന്ന് കറി വെക്കാം. ആദ്യം കറിയും വെക്കണം, കുറച്ച് ഫ്രൈയും ചെയ്യണം. നമുക്ക് ആദ്യം ഇവനൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പതിവ് പോലെ തന്നെ ഉലുവ, കടുക് വറുത്തെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞിടുക. നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളി അതിലോട്ടിടുക. നമ്മളിത് സാധാരണ രീതിയിലൊരു മീൻ കറിയാണ് കേട്ടോ, ഒരു കോട്ടയം സ്റ്റൈൽ എന്ന് പറയാം. തക്കാളിയൊന്നും ഇടാതെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ സാധാരണ എന്താണ് മീൻ കറിയിൽ ചേർക്കാറ്, മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല, അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മുടെ കുടംപുളി ഒന്ന് അതിലോട്ട് ചേർക്കുക. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി അടച്ചു വയ്ക്കുക. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ മീൻ കറിൻ്റെ ഒപ്പം ചോറല്ല, നമ്മൾ നല്ല കപ്പ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കപ്പയിലോട്ട്
മീൻകറി ഒഴിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡാം മീൻ തന്നെയാണ്. വളർത്ത് മീനിനെക്കാട്ടി നല്ലത് ഡാം മീനാണ്. നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മലമ്പുഴയിൽ കിട്ടുന്ന എല്ലാ മീനും ഉണ്ടാവും. സിലോപ്പി ആയാലും ശരി, ലോവ ആയാലും ശരി, കട്ടയായാലും ശരി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ മണ്ണാർക്കാട് നിന്ന് അവിടെ നിന്നൊക്കെ കാലത്ത് 4 മണിക്കൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നത്. അത്രയും തിരക്കിയിട്ട് ആൾക്കാർ മേടിച്ചു പോകണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്.